ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റിഫുൾ. ഇന്നത്തെ കിച്ചണിൽ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്പി ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഒപ്പത്തിൽ തന്നെ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ. ഈ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നും പക്ഷേ ഇതിൻ്റെ ഒപ്പത്തിൽ തന്നെ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അടിപൊളി ക്രിസ്പി ഹൈ പ്രോട്ടീൻ റിച്ച് ദോശ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 കപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇഡ്ഡലി റൈസോ ഏത് റൈസാണെങ്കിലും വൈറ്റ് റൈസ് നമുക്ക് എടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് സാമ്പാർ പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അർഹർ ദാൽ തോരപ്പരിപ്പാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്പ്ലിറ്റഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഹോൾ ഉഴുന്ന് പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് നമ്മുടെ ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപയർ പരിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മുടെ ദോശയൊന്ന് ക്രിസ്പി ആക്കാനായിട്ട് ഒരു 1/4 കപ്പ് അവൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പോഹയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. നിങ്ങൾ സാധാരണ അവൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വൈറ്റ് പോഹ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2 ഞുള്ളു ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ആവാൻ പാടില്ല, കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 2 ഞുള്ളു ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ വക എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒരു 2 മണിക്കൂർ, സമയമുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമുക്ക് സോക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു രാത്രി മുഴുവൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലത്തേക്കാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റഫ്ലിയാണ് കാണിച്ചു തരുന്നത്. കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 3 മീഡിയം സൈസ് സബോള, 2 മീഡിയം സൈസ് തക്കാളിക്ക, ഒരു 3-4-5 വെളുത്തുള്ളി, ഈ വക എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഓരോ ടീസ്പൂൺ വെച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, ഇതുപോലെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 കപ്പ് കടല, കപ്പലണ്ടി ഇല്ലേ, ആ ഒരു കടല നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നന്നായിട്ടൊന്ന് പുളി, ഒരു ചെറുതായിട്ടൊരു ടേസ്റ്റ് പുളി പോലെ കിട്ടാനായിട്ട് ഒരു കുഞ്ഞ് പീസ് പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വക എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ലൈറ്റായിട്ടൊന്ന് കുക്കാവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് എരിവിനനുസരിച്ച് വത്തലമുളക് ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ഒരു 4 to 5 വത്തലമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം. നന്നായിട്ട് ഏകദേശം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മല്ലിയില താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, പക്ഷേ മല്ലിയില ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ വക എല്ലാം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി മിക്സ് ഇവിടെ പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. നമുക്ക് തണുത്തതിന് ശേഷം മിക്സി ജാറിലോട്ട് ചേർത്തതിന് ശേഷം ലിഡിട്ട് ക്ലോസ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. വെള്ളം ആവശ്യമനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ കടുകൊന്ന് താളിച്ചിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂൺ ഓയിലിൽ കടുകും കരിവേപ്പിലയും വത്തലമുളകും താളിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ തലേദിവസം കുതിർക്കാൻ വെച്ചിരിക്കുന്ന അരിയും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് നമ്മൾ ഈ ഒരു അരി വെള്ളമില്ലാതെ തന്നെ നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത്, അതായത് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി കുതിർക്കുമ്പോഴത്തേക്കിന് വെള്ളം ഉണ്ടാവും, വെള്ളത്തിൽ നിന്ന് വാർന്നെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അധികം വെള്ളം യൂസ് ചെയ്തിട്ടില്ല, ഒരു ഏകദേശം ഒരു 1/4 കപ്പോളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ശേഷം ഈ ഒരു പരുവത്തിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ ഏത് പരുവത്തിലാണ് കിട്ടുന്നത് അതേ പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കാം. അതനുസരിച്ച് നിങ്ങൾ വെള്ളം യൂസ് ചെയ്ത് അരച്ചെടുത്തോളൂ കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞ രീതിയിൽ നമ്മുടെ ദോശ ബാറ്ററിൻ്റെ ടെക്സ്ചറിലാണ് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ബേക്കിംഗ് സോഡ, ഈനോ, ഈ വക ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. തവ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. നമ്മുടെ തവയുടെ ആ ഒരു ചൂട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം തളിച്ച് കൊടുക്കുന്നത്. ഇനിയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്തതിന് ശേഷം ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു തവയുടെ മേലെ നമുക്ക് ഒരു തവി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെയ് റോസ്റ്റൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ കനം കുറച്ച് നന്നായിട്ടൊന്ന് ചുറ്റിന് ആ ഒരു തവയുടെ വലിപ്പത്തിൽ നമുക്ക് എത്രമാത്രം വലിപ്പം പറ്റുമോ അതനുസരിച്ച് നന്നായിട്ടൊന്ന് ദോശ ഒന്ന് വട്ടത്തിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലെയിം ഹൈയിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ക്രിസ്പി ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ മേലെ നെയ്യോ ബട്ടറോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ദോശ ഒന്ന് ക്രിസ്പി ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, ആ ഒരു സൈഡ്സ് എല്ലാം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം. വാവ്, നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ദോശയും കൂടെ ഒന്ന് ചുട്ടെടുത്താലോ. ആദ്യം തവ മേലെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം. നമ്മുടെ ഗ്യാസ് ഫ്ലെയിം ലോയിലാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ആ വെള്ളം ഒന്ന് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് വലിഞ്ഞതിന് ശേഷം ഒരു തവയിൽ നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിക്കൊടുക്കാം. ദോശ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഓയിൽ നിങ്ങൾക്ക് ബട്ടറോ ഗീയോ എന്ന വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഹൈലോട്ടൊന്ന് മാറ്റി കൊടുത്തോളൂ. ശേഷം നമ്മുടെ ഓയിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. സൈഡ് ഒന്ന് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൾഡ് ചെയ്ത് ഈ ഒരു ദോശയും കൂടെ നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് സർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിലല്ലേ നമ്മുടെ ഈ ദോശ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഇൻസ്റ്റൻറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സർവിങ് പ്ലേറ്റിലോട്ട് നമ്മളിവിടെ സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒപ്പത്തിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചട്നിയും കൂടെ നമുക്ക് സർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എന്താ തയ്യാറാക്കുന്നതെന്ന് ആരും ഇനി ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തു ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടെസ്റ്റ് വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.